എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം പ്രഷർ കൂടുന്നതും വൃക്കരോഗവുമാണ് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ പ്രഷർ എന്ന് പറയുന്നത് പലപ്പോഴും അറിയാതെ പോകുന്നു. അതേസമയം ഇപ്പം പറയുന്നത് പ്രഷറിൻ്റെ ഒരു ഇത് ചെക്കിങ് നടത്തുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും കൂടുതൽ പേർക്ക് പ്രഷറിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന്. അതുകൊണ്ടാണോ ഇപ്പം ഈ കിഡ്നി രോഗവും കൂടുന്നതായിട്ട് വരുന്നത്? പ്രഷറും കിഡ്നി രോഗവും ശരിക്കും ഇന്റർ റിലേറ്റഡ്, അതായത് രണ്ടും കണക്റ്റഡ് ആണെന്ന് പറയാം. അതായത് ഒന്ന് പ്രഷർ കൊണ്ട് കിഡ്നി രോഗം വരാം, അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നം വന്നാൽ പ്രഷറും വരാം. കാരണം കിഡ്നിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് റോളുണ്ട് പ്രഷർ കൺട്രോൾ ചെയ്യാൻ. അതായത് ശരിക്കും പറഞ്ഞാൽ കിഡ്നി എന്നുള്ള ഒരു ഹോർമോൺ ഉണ്ട്, റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പ്രഷർ കുറഞ്ഞു പോയി, അല്ലെ കിഡ്നിയിലോട്ടുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ റെനിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടി നമ്മളുടെ ബോഡിയുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കിഡ്നിയുടെ ഒരു പ്രധാന പങ്കാണ്. അതുപോലെ നമ്മുടെ മൂത്രം ഉണ്ടാക്കുന്നത്, അതായത് മൂത്രത്തിൻ്റെ അളവ് ക്രമീകരിച്ച്, മൂത്രത്തിലെ ഇലക്ട്രോലൈറ്റ്സ് ക്രമീകരിച്ച് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കിഡ്നിയാണ്. അതായത് പ്രഷർ കുറഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പം നാച്ചുറലി കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും കുറവ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മളെപ്പോഴും പറയുമല്ലോ, ഈ രക്തക്കുഴലുകൾ, ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് വരുമെന്ന് പറയില്ലേ. എന്ന് പറഞ്ഞാൽ കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലിന് ബ്ലോക്ക് വരാം. അപ്പോൾ കിഡ്നിയിലേക്കുള്ള രക്തക്കുഴലിന് ബ്ലോക്ക് വരുമ്പം നമുക്ക് പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, പല രോഗികൾക്കും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പ് പ്രഷർ 1 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അല്ലെങ്കിൽ കിഡ്നി രോഗം ഉള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കിഡ്നി രോഗം ഉള്ളവർക്ക് പ്രഷറും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പ്രഷറും കൂടുന്നുണ്ട്, കിഡ്നി രോഗം കൂടുന്നുണ്ട്. ഈ പ്രഷറിൻ്റെ കാര്യം പറയുമ്പോൾ, പ്രഷർ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ ശരിക്കും കിഡ്നിയെ ബാധിക്കാം എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഏത് മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ഫൈനലി അതിൻ്റെ വേസ്റ്റ്, അതായത് നമ്മളെ ലിവർ അതിനെ ഡീറ്റോക്സിഫൈ ചെയ്യും. അതായത് അതിന് എല്ലാ മരുന്നും വിഷമാണ്. ഓക്കെ, ആ മരുന്നുകൾ ഡീറ്റോക്സിഫൈ ചെയ്യുന്നത് ലിവറാണ്. കുറേ സാധനങ്ങളൊക്കെ ലിവർ അത് പിന്നെ നമ്മുടെ പിത്തരസത്തിൽ കൂടെ കുടലിനകത്തേക്ക് വിട്ട് മലർത്തിൽ കൂടെ പുറന്തള്ളും. ബാക്കിയുള്ളത് മുഴുവനും കിഡ്നിയിലേക്കാണ്, കിഡ്നിയാണ് അതിനെ പുറന്തള്ളേണ്ടത്. അപ്പോൾ എന്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അതിന് ഡീറ്റോക്സിഫൈ ചെയ്ത്, അല്ലെങ്കിൽ പോഷകങ്ങളാണെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ലിവർ അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനർജി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കും. അല്ലാത്ത എല്ലാ വസ്തുക്കളെയും ഡീറ്റോക്സിഫൈ ചെയ്ത് പുറത്തേക്ക് കളയണം. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന മരുന്നിനെ എല്ലാം ഡീറ്റോക്സിഫൈ ചെയ്ത് പുറത്തേക്ക് കളയേണ്ടത് കിഡ്നിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമുക്ക് കിഡ്നി വീക്കായിട്ടിരിക്കുമ്പം നമ്മൾ എന്ത് മരുന്ന് കഴിക്കുമ്പോഴും കിഡ്നിയുടെ വർക്ക് ലോഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കിഡ്നിയുടെ വർക്ക് ലോഡ് കൂടിയാൽ ഓൾറെഡി വയ്യാതിരിക്കുന്ന കിഡ്നി ഉള്ള ആൾക്ക് ഈ മരുന്നുകളെല്ലാം കൂടെ ചെല്ലുമ്പം ദോഷമാണല്ലോ ചെയ്യുന്നത്. ഏത് മരുന്ന്, പ്രഷറിൻ്റെ മരുന്നെന്നല്ല, ഡയബറ്റീസിൻ്റെ മരുന്ന്, ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നും ക്യാൻസറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നും എല്ലാം കിഡ്നിക്ക് ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈ പ്രഷറിൻ്റെ കാര്യം പറയുമ്പോൾ, സാധാരണ ഈ പ്രഷറിൻ്റെ അസുഖമുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൊതുവെ കാണുന്നത് ഏതെങ്കിലും ഒരു മരുന്ന് വെച്ച് തുടങ്ങും. അത് കുറച്ച് കഴിയുമ്പോൾ ആ മരുന്നിന് ഈ പറയുന്ന പ്രഷറിൻ്റെ കൺട്രോള് കിട്ടാതെ ആവുമ്പോൾ അടുത്തൊരു മരുന്നും കൂടെ ചേർക്കും. ഇങ്ങനെ പലപ്പോഴും 3ഉം 4ഉം മരുന്നുമൊക്കെ മാറി മാറി പിന്നെ ചിലപ്പം ഒന്നിൽ കൂടുതൽ മരുന്നുകൾ ഈ പ്രഷറിന് വേണ്ടി കഴിക്കുന്ന പോലെ കാണാറുണ്ട്. അപ്പം ഒരു സാധാരണ ഒരു ധാരണ എന്ന് പറയുന്നത്, പ്രഷർ ഒന്ന് വന്നാൽ പിന്നെ അത് മാറുക എന്നുള്ളത് സാധ്യമല്ല, അത് കൺട്രോൾ ചെയ്യുക, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന്. അപ്പം ഈ പ്രഷർ വൺസ് നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ ആ പ്രഷറിൻ്റെ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് ഈ കൺട്രോള് മാത്രമേ ഉള്ളൂ? ഈ പ്രഷർ എന്ന് പറയുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. അതാണ് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ടത്. ജീവിതശൈലി രോഗങ്ങൾക്കൊന്നും മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല. ഇതെല്ലാം മെറ്റബോളിക്, അല്ലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ, അല്ലെ ഹോർമോൺ സിസ്റ്റത്തിൽ വരുന്ന വേരിയേഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറേ അധികം ഹോർമോണുകളുണ്ട്. പല ഹോർമോണും പല സിസ്റ്റംസ് വെച്ചാണ്. കാരണം നമ്മുടെ വൈറ്റൽ സൈനിൽ പെടുന്നതാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ആ പ്രഷർ നിലനിൽക്കേണ്ടത്, പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോവർ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് പമ്പ് ചെയ്ത് ബ്ലഡ് രക്തക്കുഴലുകളിലേക്ക് വരുമ്പം അതും രക്തക്കുഴലുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ ഓർ ഫോഴ്സ് ആണത്. അപ്പം അത് കൂടുന്നത് അപ്പം നമ്മുടെ രക്തക്കുഴലുകൾ കാൽസിഫൈ ചെയ്തോ അല്ലെങ്കിൽ അത് സ്റ്റിഫായി പോകുമ്പോഴാണ് ഈ ഹാർട്ടിന് കൂടുതൽ പ്രഷർ പമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രഷർ പമ്പ് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഹാർട്ടിലെ മസിലൊക്കെ നമുക്കറിയാലോ, കൂടുതൽ ജോലി ചെയ്യുമ്പോൾ മസിലൊക്കെ വീർത്ത് വരികയില്ല. അതുപോലെ ഹാർട്ടിലെ മസിൽ വീർക്കാൻ തുടങ്ങും. അതാണ് പ്രഷറുള്ള പേഷ്യൻസിന് നമ്മളൊരു എക്കോ കാർഡിയോഗ്രാം എടുത്തു കഴിഞ്ഞാൽ, ഹാർട്ടിൻ്റെ എക്കോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് നമ്മളുടെ കാലിലേക്കും കൈയിലേക്കും ഒക്കെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്, പുറത്ത് നമുക്ക് ശുദ്ധരക്തം പമ്പ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ പ്രഷർ കൂടുന്നതനുസരിച്ച് അത് വണ്ണം വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അവർ വണ്ണം വയ്ക്കുമ്പം അതിന് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ ആ ഓക്സിജന് കൂടുതൽ മസിലുണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജൻ വേണം. കൂടുതൽ സ്ട്രെങ്തിൽ ഹാർട്ട് പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ കൂടുതൽ ബ്ലഡ് ഹാർട്ടിന് തന്നെ വേണ്ടി വരും. അപ്പം ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾ ഓൾറെഡി ബ്ലോക്കും കൂടെ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുന്നത് അതുകൊണ്ടാണ്. അപ്പം ബേസിക്കലി ഈ പ്രഷർ നമ്മൾ കൂടുന്നതനുസരിച്ച്, പ്രഷർ ഈ ഹോർമോണും ഇമ്മ്യൂൺ സിസ്റ്റവും അല്ല മെറ്റബോളിക് തകരാറുകൾ കൊണ്ടാണ് ഈ പ്രഷർ കൂടുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും നടക്കുകയില്ല. കാരണം നമ്മൾ ഒരു മരുന്നിന് കഴിഞ്ഞു കഴിഞ്ഞാലും ബോഡിക്ക് എവിടെയൊക്കെയോ രക്തം കിട്ടുന്നില്ല ആവശ്യത്തിന്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ വേറെ രീതിയിൽ മാനേജ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ അടുത്ത മരുന്നും കൂടെ ആഡ് ചെയ്യും. പിന്നെ അതുകൊണ്ടും പറ്റാതെ വരുമ്പോൾ മൂന്നാമത് പലപ്പോഴും കാണുന്ന 3, 4, 5 മരുന്നുകൾ കഴിക്കുന്നുണ്ടാവും പേഷ്യൻ്റ്. പക്ഷെ ഇതൊന്നും കൊണ്ടും പ്രഷർ കൺട്രോൾ ചെയ്യുന്നില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നവരെയാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയറിലുള്ള പേഷ്യൻസ് എല്ലാം മിനിമം ഒരു 4, 5 മരുന്ന് പ്രഷറിനുള്ളതുണ്ടാവും, കഴിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഹാർട്ട് അഞ്ചൈനയ്ക്കൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട്. ഹാർട്ടിൻ്റെ വേദനയ്ക്ക് വേണ്ടിയിട്ട് അഞ്ചൈന പെക്ടോറിസ് ഒക്കെ പറയുന്നു. ഹാർട്ടിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകളും ഡയറക്റ്റ്ലി ബി പിക്ക് വേണ്ടിയിട്ടെന്നുള്ളതല്ല, ഹാർട്ടിന് വേണ്ടിയിട്ടെന്നായിരിക്കും. അതും ഇൻഎഫക്റ്റ് ഈ ബി പി കുറയ്ക്കാൻ വേണ്ടി, ബി പി കുറച്ച് തന്നെയാണ് ഹാർട്ടിൻ്റെ സ്ട്രെസ് കുറയ്ക്കാൻ നോക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും നമുക്ക് ജീവിതശൈലി കൊണ്ട് വരുന്ന ഈ ഹൈപ്പർ ടെൻഷനെ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റില്ല. പക്ഷെ വളരെ ഈസി ആയിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ കിഡ്നിയുടെ കാര്യം പറയുമ്പോൾ പറഞ്ഞു കേട്ടേക്കുന്നത് കിഡ്നി ഈ നമ്മുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ പ്രഷറിൻ്റെ മാനേജ്മെൻറ്റിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ കിഡ്നിയും ബ്ലഡ് പ്രഷറുമായിട്ടുള്ള ആ കണക്ഷൻ ഇതിനെപ്പറ്റി കുറച്ച് ഒന്ന് പറയാമോ? നമ്മൾ ബി പിയുടെ മരുന്നുകളെ കുറിച്ച് പറയുമ്പോഴാണ്, നമ്മൾ ബി പിക്ക് കഴിയുന്ന മരുന്നുകളെ കുറിച്ചും മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പ്രഷറും കിഡ്നിയും തമ്മിലുള്ള ബന്ധം മനസ്സിലാവും. നമ്മൾ ഒരു നമ്മളുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ആക്സിസ് ഉണ്ട്. അതായത് കിഡ്നി, ലിവർ, അഡ്രിനൽ ഗ്ലാൻഡ്, പിന്നെ ബ്രെയിൻ എല്ലാം കൂടെ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റെറോൺ പാത്വേ എന്ന് പറയും. ഓർ ആ 3 ഹോർമോൺസ്, അതായത് കിഡ്നിയിലുണ്ടാക്കുന്ന റെനിന്, ലിവറിലുണ്ടാക്കുന്ന ഒരു പ്രോ ഹോർമോൺ ഉണ്ട് ആൻജിയോടെൻസിൻ, പിന്നെ ആൽഡോസ്റ്റെറോൺ, അത് നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡിനുണ്ടാക്കുന്ന. അതുകൂടാതെ ബ്രെയിനിലൊരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട് വാസോപ്രസിൻ എന്ന് പറഞ്ഞിട്ട്. അതുകൂടാതെ ഹാർട്ടിൽ തന്നെ ഒരു ബ്രെയിൻ ഉണ്ടാക്കുന്നുണ്ട് ANP എന്ന് പറഞ്ഞു, നൈട്രോയൂറിറ്റിക് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞു. പിന്നെ ഈ ലിവർ ഉണ്ടാക്കുന്ന ആൻജിയോടെൻസിനെ തന്നെ ആൻജിയോടെൻസിൻ 1, അത് 2, അതൊരു ഒരു കോംപ്ലക്സ് മെക്കാനിസം, അതെല്ലാം കൂടെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകില്ല. അപ്പം ബേസിക്കലി നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം ഈ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റെറോൺ ആക്സിസിൽ എവിടെയെങ്കിലും ഒക്കെ ബ്ലോക്ക് ചെയ്യാനായിരിക്കും. ARB എന്നും പിന്നെ ഉള്ള വേറൊരു ഗ്രൂപ്പ് നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ തന്നെ കുറയ്ക്കാനാണ്. ബീറ്റ ബ്ലോക്കർ, ആൽഫ അഗണിസ്റ്റ് എന്നൊക്കെ നമ്മൾ മരുന്നുകൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ,
രക്തക്കുഴലുകളുടെ മസിലിനെ വികസിപ്പിക്കുകയാണ്. അതായത് നമ്മളുടെ മസിൽ കൺട്രാക്ട് ചെയ്യണമെങ്കിൽ കാൽസ്യം വേണം. കാൽസ്യം ചാനൽസിനെ അതിൽ കാൽസ്യം ഒരു പ്രത്യേക ചാനലിൽ കൂടെ പാസ് ചെയ്യും. അതൊരു മെക്കാനിസമാണ്. അപ്പം അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പം മസിൽ നമ്മുടെ രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പല മരുന്നുകളും വർക്ക് ചെയ്യുന്നത്. അതിനൊക്കെ ഓരോ ഇതുണ്ട്. ഈ രീതികളിലെല്ലാം എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വിവിധ തരം മരുന്നുകൾ ചെയ്യുന്നത്. ഒരു 40 years ബാക്ക് ഒക്കെ ആണെങ്കിൽ ആകെ 2-3 പ്രഷറിന് മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മേ ബി ഹൺഡ്രഡ്സ് ഓർ മരുന്നുകൾ ഉണ്ടാവും. അതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം കൂടെ കൂടുതൽ മരുന്ന് കഴിയുമ്പോൾ പറ്റുമ്പോൾ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം ഇൻട്രാക്ട് ചെയ്യാനും കൂടെ തുടങ്ങും. അപ്പം ഡ്രഗ് ഇൻട്രാക്ഷനും ഒരു കോംപ്ലിക്കേഷനാണ് ഇതിനകത്ത്. ഒരിടത്ത് ഗുണം ചെയ്യുമ്പോൾ വേറൊരിടത്ത് ദോഷം ചെയ്യും. ഇപ്പം നമ്മൾ കിഡ്നിക്ക് ഹാർട്ടിന് വേണ്ടിയിട്ട് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ കിഡ്നിക്ക് ദോഷം വരാം, ഹാർട്ടിന് ദോഷം വരാം. ഏറ്റവും പ്രഷറിന് കഴിക്കുന്ന മരുന്നുകളുടെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പ്രഷർ താഴെ പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇരുന്നിട്ട് എഴുന്നേൽക്കുക, കുറച്ച് നേരം ഇരുന്നേച്ചിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റ് ഇച്ചിരി നേരം ഒന്ന് സ്റ്റെബിലൈസ് ചെയ്താൽ കുഴപ്പമില്ല. പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറങ്ങി താഴെ വീഴും. അതെന്താണെന്ന് വെച്ചാൽ ആ പ്രഷർ കുറച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പം പ്രഷർ കൂടിയ ആവശ്യത്തിന് പ്രഷർ ഉണ്ടല്ലോ ബ്രെയിനിലേക്ക് രക്തം ചെല്ലുള്ളൂ. അപ്പം ഈ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് രക്തം കിട്ടാതെ വന്നിട്ട് പെട്ടെന്ന് ഗിഡിനെസ് വരാം. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് രോഗികൾ, പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ ഹാർട്ടിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നവർ, അതുപോലെ പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവർ, ഇവരൊക്കെ രാത്രിയിൽ എഴുന്നേറ്റ് യൂറിനൊക്കെ പാസ് ചെയ്യാനായിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ചിലപ്പോൾ പോവുമായിരിക്കും ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ തലകറങ്ങാനുള്ള സാധ്യത വരും. അപ്പോൾ അതൊരു വലിയൊരു റിസ്ക്കാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. പ്രഷറിന് മരുന്ന് കഴിക്കുന്നവർ രാത്രിയൊക്കെ എഴുന്നേൽക്കുമ്പോൾ പ്രത്യേകിച്ച് കെയർ എടുക്കുക. അതുപോലെ കൂടുതൽ നേരം നിൽക്കുകയൊക്കെ ചെയ്യുമ്പം ചിലപ്പോൾ കാലിലേക്കൊക്കെ പൂളിങ് ഓഫ് ബ്ലഡ് വരും. അപ്പം ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കിട്ടാതെ വന്ന് ചിലപ്പോൾ അവർ ബോധക്ഷയം പോലെ വരാനോ അറ്റ്ലീസ്റ്റ് തല ഇറങ്ങാനെങ്കിലും ഉള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പം ഈ കിഡ്നിയുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ കിഡ്നിയുടെ ഫങ്ഷനും ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് തുടങ്ങിയാൽ പിന്നെ അത് പിന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഉള്ളത്. അത് പിന്നെ തിരിച്ച് നമ്മൾക്ക് ഭേദമാക്കി എടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളൊരു പൊതുവെ ഒരു ധാരണയുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? കിഡ്നിയുടെ നമ്മൾ തുടക്കത്തിലൊക്കെയാണ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അത് നമ്മൾ കാണാറുള്ളത്. അപ്പം ഞാൻ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. മരുന്ന് വെച്ച് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ മരുന്ന് വെച്ച് എന്തൊക്കെ മരുന്ന് വെച്ച് കഴിഞ്ഞാലും കിഡ്നി ഫങ്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല. പക്ഷെ ജീവിതശൈലി ക്രമപ്പെടുത്തിയാൽ കിഡ്നിയുടെ ഫങ്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും കിഡ്നി ഫങ്ഷനെ അസസ് ചെയ്യാനായിട്ട് എപ്പോഴും എടുക്കുന്നത് ഒന്ന് GFR ആണ്. ക്രിയാറ്റിൻ എന്നുള്ളൊരു കാൽക്കുലേഷനാണ് GFR എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് മൈക്രോ ആൽബുമിനൂറിയാണ്. യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകും. പിന്നെ യൂറിക് ആസിഡ്. ഈ 3 കാര്യങ്ങളാണ് കിഡ്നിയുടെ ഫങ്ഷനിൽ. പിന്നെ നമ്മൾ മറ്റു കുറേ കാര്യങ്ങളും കൂടി ഉണ്ട്. ഇതിലെല്ലാം കുറഞ്ഞു വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കാണാറുള്ളത്. ഡയബറ്റിക്സ് കൊണ്ട് വന്ന കിഡ്നി ഫെയിലിയർ ആണെങ്കിൽ പലപ്പോഴും ഒരു GFR ഒക്കെ 40, 50 ഒക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് ഒരു 60-ന് മുകളിലുള്ളവരാണെങ്കിൽ 90-ന് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. 30-ന് മുകളിൽ GFR നിൽക്കുകയാണെങ്കിൽ മിക്കവാറും 60-ന് മുകളിലേക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ചിലപ്പോൾ പലപ്പോഴും ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ചിലപ്പോൾ അവരുടെ 90-ന് മുകളിലും ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ തീരെ കുറഞ്ഞു പോയി GFR 50-ന് താഴെ എത്തിയാൽ, 30-ക്ക് താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം 20 അങ്ങനെയൊക്കെ നിൽക്കുന്നവരെ ചിലപ്പോൾ 30-ക്ക് മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. GFRൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അതായത് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസ്. ഇതെല്ലാം കഴിഞ്ഞ് 5th സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ GFR ലെസ് ദാൻ 15 ആയി. അത് മിക്കവാറും ഒരു 4-ന് മുകളിലേക്ക് ക്രിയാറ്റിനൊക്കെ എത്തുന്നവരാണ്. ലെസ് ദാൻ അതിൻ്റെ ഒരു ഓരോരുത്തരുടെ സൈസും ഹൈറ്റും ഏജും ഒക്കെ വെച്ചിട്ടാണ് അത് കാൽക്കുലേഷൻ വരുന്നത്. അപ്പം ആ 4-നൊക്കെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ച് നോർമലിലേക്കോ 90-ലേക്കോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ അവരെ നമ്മൾ ഡയാലിസിസിലേക്ക് പോകാതെ ഒരു ക്ലിനിക്കലി സ്റ്റേബിൾ ആക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു 4-2-ലേക്കൊക്കെ വന്നിട്ടുള്ളവരും ഉണ്ട്. അതും അവിടെ എപ്പോഴും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഡയബറ്റിക് പേഷ്യൻ്റാണ് കുറച്ചും കൂടെ റെസ്പോൺസ് കൂടുതലായിരിക്കും. അവർക്ക് കുറച്ച് ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു പേഷ്യൻ്റ് അയാൾ വരുമ്പം
ശരിക്കും നന്നായിട്ട് കൂടിയായിരുന്നു, 8 ആയിരുന്നു. അപ്പം ശരിക്കും ഡയാലിസിസ് പറഞ്ഞ പേഷ്യൻ്റാണ്. അത് കിഡ്നി പ്രഷറിനും കുറേ മരുന്നുണ്ട്, ഡയബറ്റീസിനും കുറേ മരുന്നുണ്ട്, ഇൻസുലിനും ഉണ്ട്. ഈ ഡയബറ്റീസ് കറക്റ്റായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങും, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ ഡയബറ്റീസിൻ്റെ എല്ലാ മരുന്നും നിർത്തുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലെസ് ദാൻ 15 7 8 എത്രയാണെന്ന് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. പക്ഷെ ലാസ്റ്റ് ടൈം അദ്ദേഹം വന്നപ്പോഴേക്കും 20ലേക്ക് GFR കൂട്ടാൻ പറ്റി. 20 GFR വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. പിന്നെ എങ്ങനെയെങ്കിലും ഇനി ഒരു 30ന് മുകളിൽ എത്തിക്കണം. അതായത് GFR ലെസ് ദാൻ 15 ആയെന്ന് മാത്രമല്ല, ലെസ് ദാൻ 15 ഏകദേശം ഒരു 4 ക്രിയാറ്റിന് വരുമ്പോൾ തന്നെ എത്തും. ഇത് ക്രിയാറ്റിന് 8 9 ആയിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം കുറഞ്ഞ് കറക്റ്റ് ആക്കിക്കൊണ്ട്. പക്ഷെ പേഷ്യൻ്റ് എത്ര കോപ്പറേറ്റ് ചെയ്യുന്നു, അത് അവരെത്ര സ്ട്രിക്റ്റ് ഡയബറ്റിക് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഒരു ഡയബറ്റീസ് ആണെങ്കിൽ SbA1c ഒരു 5.5ലേക്ക് എത്തിയത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. യൂഷ്വലി നമ്മൾ BP ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ BP-യുടെ മരുന്നൊക്കെ നമ്മൾ വിതിൻ എ മന്ത് നമുക്ക് BP-യുടെ മരുന്നും കംപ്ലീറ്റ് നിർത്തി കൺട്രോൾ ചെയ്ത്, ഈവൻ റീനൽ ഫെയിലിയറിലുള്ള പേഷ്യൻ്റ് പോലും, അതായത് ലെസ് ദാൻ 15 ഉള്ളവർ പോലും ക്ലിനിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്ന് സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ മൂത്രം കൂടെ പോകാത്ത പേഷ്യൻസ്. അതായത് മിക്കവാറും ഈ 4 5 6 ഒക്കെ ക്രിയാറ്റിൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് യൂറിൻ പോകാൻ തടസ്സം ഉണ്ടാവില്ല. കാലിലൊക്കെ ഇച്ചിരി നീര് വന്നിട്ടുണ്ടെങ്കിൽ പോലും, നീരൊക്കെ ഉണ്ടെങ്കിൽ പോലും യൂറിന് അതായത് വെള്ളം ആവശ്യത്തിന് കുടിക്കുന്ന അനുസരിച്ച് യൂറിൻ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 1500 യൂറിൻ വിത്ത് ഈവൻ ലൈറ്റ് മെഡിസിൻസ് യൂറിൻ യൂറിൻ എഡീമ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിനും നമ്മൾ ക്ലിനിക്കലി സ്റ്റേബിൾ ആക്കി ഡയാലിസിസിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ മൂത്രം തീരെ കുറഞ്ഞു പോയി എപ്പോഴും ഈ പൾമിനറി എഡീമ അല്ലെങ്കിൽ ആ ഒരു നിലയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പറ്റാതെ. ഈവൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഡയാലിസിസ് തുടങ്ങിയ പേഷ്യൻസ് തന്നെ 8 9 അവർ ഡയാലിസിസ് ആദ്യം പെട്ടെന്ന് ചെല്ലുമ്പം ഇവിടെ ഈ ഇതിൽ കൂടെയാണല്ലോ ഈ സെൻട്രൽ വെയിൻ ഇട്ടൊക്കെ ചെയ്തു. അപ്പോൾ അവർ ഒരു ചാൻസ് കൊടുത്തിട്ട് അവരത് മാറ്റി, അത് കഴിഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് അത് പതുക്കെ എന്ന് കരുതി എല്ലാം അവിടെയും പറ്റില്ല. നമ്മളൊരു 8 നിൽക്കുന്നവരെ പതുക്കെ 5 6ലേക്ക് കൊണ്ടുവന്ന് ഒരു സ്റ്റേബിൾ ആക്കിക്കൊണ്ട് ആ 5 6 ചിലപ്പോൾ അത് പിന്നെ പതുക്കെ ഗ്രാജുവലി വിതിൻ 3 4 5 6 മാസം കൊണ്ടൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഓക്കെ ആക്കാൻ പറ്റും. പക്ഷെ ജസ്റ്റ് 15 എത്തി അല്ലെ 20 ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ 19 20 ഒക്കെ നിൽക്കുന്നവരാണെങ്കിൽ മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരിക്കും. പക്ഷെ അതെല്ലാം പേഷ്യൻ്റ് എത്ര നന്നായിട്ട് നോക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. അപ്പം നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ബേസിക്കലി നമ്മൾ അത്ര തീരെ പ്രോട്ടീൻ ഇല്ലാത്തല്ല, കുറച്ചെങ്കിലും പ്രോട്ടീൻ ഉള്ള ഫുഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ആദ്യം ഒരു ഇച്ചിരി ക്രിയാറ്റിൻ കൂടുമായിരിക്കും. അപ്പോൾ ചിലർക്ക് ഭയങ്കര ഇച്ചിരി ക്രിയാറ്റിൻ കൂടുമ്പോഴേക്കും അവരുടെ ഡയബറ്റീസും മാറി, പ്രഷറും കുറഞ്ഞു, എന്നാലും ഒരു ക്രിയാറ്റിൻ എന്നുള്ള ഇതായിരിക്കും. അപ്പോൾ ഇത്തിരി കൂടി 1 2 0.2 ഒക്കെ കൂടിയാൽ പോലും ചിലപ്പോൾ അവർ ഭയങ്കര അപ്സെറ്റായി ട്രീറ്റ്മെൻറ്റ് തന്നെ നിർത്തി പോകാറുണ്ട്. അങ്ങനെയല്ല, നമ്മൾ നോക്കി അതായത് കറക്റ്റ് നമ്മൾ ബേസിക്കലി ഒരു റീനൽ ഫെയിലിയറിൽ ഇങ്ങനെ ക്രിയാറ്റിനൊക്കെ തീരെ കൂടി നിൽക്കുന്ന പേഷ്യൻ്റ് നമ്മൾ ആദ്യം നോക്കുന്നത് മരുന്നില്ലാതെ ക്രിയാറ്റിനിൻ നമുക്ക് പേഷ്യൻ്റ് ക്ലിനിക്കലി സ്റ്റേബിൾ ആണ്, ക്രിയാറ്റിൻ ഇച്ചിരി കൂടുകയോ കുറയോ എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ആദ്യം അവർക്ക് മരുന്നൊന്നും ഇല്ലാതെ പ്രഷറും ഷുഗറും എല്ലാം മരുന്നുകളിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞേ നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും ഒരു റിവൈവൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കിഡ്നിയുടെ പ്രോബ്ലം പറയുമ്പോൾ പൊതുവെ ഈ കിഡ്നിയുടെ കാര്യവും സാധാരണഗതിയിൽ നമ്മൾ താമസിച്ചാണ് അറിയുന്നത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് ഉള്ളത്. അപ്പം ശരിക്കും ഈ പ്രഷർ ഉള്ളവരോ കിഡ്നി പ്രോബ്ലം ഉള്ളവരോ ആയിട്ട് എപ്പോഴെങ്കിലും ഡയഗ്നോസ് ചെയ്താൽ അവർ ശരിക്കും വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പലരും 10 40 ഈവൻ 10 20 21 ഒക്കെ വയസ്സുള്ള പിള്ളേർക്ക് പോലും അങ്ങ് റീനൽ ഫെയിലിയറിൽ എത്തി ഇങ്ങനെ ക്രിയാറ്റിനൊക്കെ കൂടി 8 9 10 12 ഒക്കെ വന്നിട്ട് ഛർദ്ദിച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോഴേക്കാണ് ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അങ്ങനെ വരരുത്. നമ്മൾ ഇന്നത്തെ നിലയിൽ ഇത്രയും ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ഉള്ളൊരു
കിഡ്നി ഒരു എല്ലാവരും ഹാർട്ടിൻ്റെ കാര്യം കൊളസ്ട്രോളും ഒക്കെ പോയി നോക്കും. പക്ഷെ ഒരു GFR നോക്കുക എന്നുള്ളതും യൂറിനിൽ കൂടെ പ്രോട്ടീൻ ലോസ് വരുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതും ഈവൻ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് യൂറിക് ആസിഡ് കൂടുമ്പോൾ തന്നെ യൂറിക് ആസിഡിന് വേണ്ടി ഫ്ലവോക്സേറ്റ് ഒക്കെ എടുക്കുന്നവരുണ്ട്. ശരിക്കും യൂറിക് ആസിഡ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമാണ്. യൂറിക് ആസിഡ് കൂടുമ്പോൾ തന്നെ നമ്മൾ ബാക്കി റീനൽ ഫംഗ്ഷൻ എല്ലാമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് നേരത്തെ അറിയുക എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും ബെനിഫിറ്റ് ചെയ്യാവുന്നത്. കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് മരുന്ന് കഴിച്ച് ആരെങ്കിലും ശരിയാക്കുമെന്ന് പറഞ്ഞ് നോക്കിയിട്ടിരുന്നിട്ടും കാര്യമില്ല. ബേസിക്കലി കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. GFR ഇപ്പം GFR 90, 60, 40, 30 ഒന്നും വന്നാലും നമ്മൾ അറിയില്ല. ഒരു സിംറ്റംസും ഉണ്ടാവില്ല. 15 എത്തി ലെസ് ദാൻ 15, 10 ഒന്നും വന്നാലും അറിയില്ല. ക്രിയാറ്റിൻ ഒത്തിരി കൂടി നീരിലേക്ക് വന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പോകാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് സിംറ്റം ആയിട്ട് വരുള്ളൂ. അപ്പൊ അന്നേരം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഇയർലി ഒരു ചെക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും ചെയ്യണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ബേസിക് ചെക്കപ്പ് എല്ലാവരും ചെയ്യണം. അപ്പൊ അത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞിട്ട് അത് അറിഞ്ഞാൽ അത് ഇഗ്നോർ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അത് നോർമൽ റേഞ്ച് പലപ്പോഴും ഈ GFR ഒന്നും ഇവിടുത്തെ നമ്മളുടെ പല റുട്ടീൻ ചെക്കപ്പുകളിലും കാണാറില്ല. ക്രിയാറ്റിൻ മാത്രമേ ഉള്ളൂ. ക്രിയാറ്റിൻ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് തന്നെ അബ്നോർമൽ ആണെന്നുള്ള കാര്യം ജനറലി എല്ലാവരും അറിയണം. കാരണം 0.7 യൂഷ്വലി ഒക്കെ ഒരു 0.7 to 6 to 1.2 എന്നൊക്കെയാണ് നോർമൽ റേഞ്ച് ഇടുന്നത്. അപ്പൊ തന്നെ GFR കുറഞ്ഞിട്ടുണ്ട്. 1.2 ഒക്കെ എത്തുമ്പോഴേക്കും GFR മിക്കവാറും 60 അറൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് വെച്ചിട്ട് ആലോചിച്ചിട്ട് അപ്പോഴും കരുതുമോ 1.2 അല്ലേ ഉള്ളൂ എന്ന് കരുതി ഇരുന്നാൽ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വരുമോ, അല്ലെങ്കിൽ നമ്മൾ ഈ സ്കാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ആൻജിയോഗ്രാം പോലെയുള്ളതിന് ഡൈ ഇഞ്ചെക്ട് ചെയ്യുമോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറഞ്ഞു പോയെന്നിരിക്കും. അതായത് നമുക്ക് കിഡ്നിക്ക് അത് ഈ എന്താ റേഡിയോ അയഡിൻ പോലെയുള്ള സാധനങ്ങളുണ്ട്. അതിന് അയഡിൻ നെഫ്രോപ്പതി എന്നൊക്കെ പറയും. അപ്പം അത് ഈ ആൻജിയോപ്ലാസ്റ്റി ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാനായിരുന്ന സമയത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതാണത്. അതും ചിലപ്പം റീനൽ ഫെയിലിയറിലേക്ക് പോകാൻ. അതുകൊണ്ട് അതും നമ്മൾ സൂക്ഷിക്കണം. നമ്മളെപ്പോഴും GFR നോക്കി വയ്ക്കുക എന്നുള്ളത് ഒരു മസ്റ്റായിട്ട് എല്ലാവരും ഒരു ബേസിക് ഹെൽത്ത് കെയറിന്റെ കാര്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ റീനൽ പ്രോബ്ലം ഉള്ള കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവരും അതുപോലെ തന്നെ ഈ പ്രഷറിന്റെ പ്രശ്നമുള്ളവരും ശരിക്കും അവരുടെ ഭക്ഷണ ക്രമീകരണത്തിൽ എന്താണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് നമ്മൾ മിക്കവാറും പേരും ഓവർ വെയിറ്റ് ആയിരിക്കും. ഹൈപ്പർ പ്രഷർ കൂടുതലുണ്ടാകും. വെയിറ്റ് കൂടുതലുണ്ടാകും. ഈവൻ വെയിറ്റ് ഒത്തിരി കൂടുതലില്ലെങ്കിലും അവർക്ക് കുടവയറുണ്ടാകും. അവരുടെ ബോഡിയിൽ ഫാറ്റ് കൂടുതലായിരിക്കും. ഈ ഫാറ്റിനകത്തുനിന്ന് ശരിക്കും പല ഹോർമോൺസും വരുന്നുണ്ട്. അതിനകത്ത് ഇൻഫ്ലമേഷൻ, അത് ചിലപ്പം ഫാറ്റ് ഒത്തിരി കൂടുതലുണ്ടാവില്ല, എന്നാൽ പോലും അതിനകത്ത് ഇൻഫ്ലമേറ്ററി ഫാറ്റ് ആയിരിക്കും ഒമേഗ 6 ഗ്രൂപ്പിലൊക്കെ പെട്ട. അതാണ് നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസിലേക്ക് പോകും. അതായത് നമ്മുടെ ഈ പ്രശ്നമെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ്. നമ്മളെപ്പോഴും കരുതുന്നത് നമ്മുടെ ബ്രെയിനാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ബേസിക്കലി ബ്രെയിനും ഹോർമോൺ സിസ്റ്റത്തിനുമാണ് ഏറ്റവും നമ്മളെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഈ ബ്രെയിൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് വെച്ചാണ്. നമ്മളത് മനസ്സിലാക്കണം. അപ്പം നമ്മുടെ തെറ്റിയ കൊഴുപ്പാണ് നമ്മുടെ ശരീരത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോൾ കൺട്രോൾ മെക്കാനിസംസ് തെറ്റുകയാണ് ചെയ്യുന്നത്. ബ്രെയിനാണല്ലോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ അപ്പം ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാനുള്ള ഈ ബ്രെയിനിനെ ഉണ്ടാക്കിയേക്കുന്ന ഫാറ്റ് വെച്ചാണ് അത് തെറ്റിയിരിക്കുകയാണെങ്കിൽ അത് തന്നെ നമ്മളുടെ എല്ലാ മെക്കാനിസംസും തെറ്റും. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് നമ്മുടെ ഓരോ സെല്ലുലാർ ലെവലിലും. ഈ സെല്ലുലാർ ലെവലിൽ ഒരു വോളുണ്ട്. ആ വോൾ ഉണ്ടാക്കിയേക്കുന്ന സെല്ലിൻ്റെ ഭിത്തി ഉണ്ടാക്കിയേക്കുന്നതും ഫാറ്റ് വെച്ചാൽ. അപ്പം തെറ്റായ ഫാറ്റ് നമ്മളുടെ ബോഡിയിൽ എത്തുമോ, അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അളവ് കൂടുമോ, അല്ലെങ്കിൽ തെറ്റായ ഫാറ്റിൻ്റെ അളവ് കൂടുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയുടെ മെക്കാനിസംസും മെറ്റബോളിസം, ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റി എല്ലാം തെറ്റാൻ തുടങ്ങും. അതാണ് ബേസിക്കലി രോഗത്തിലേക്ക് വരുന്നത്. അപ്പം ആ പ്രൊപ്പോർഷൻസ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് പിന്നെ മോർ ഇൻട്രൻസിക് ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ഭക്ഷണ സാധനങ്ങളായിരിക്കും ചിലർക്ക് പ്രഷർ കൂട്ടുന്നത്. അപ്പോൾ ആ തെറ്റായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഹെൽത്തി ആണെന്ന് കരുതി നമ്മൾ നട്ട്സ് കഴിക്കും. പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് പിന്നെ ഷുഗർ ഇല്ലല്ലോ, അപ്പം നട്ട്സ് കഴിക്കാമല്ലോ എന്ന് കരുതി കഴിക്കും.
അപ്പോൾ അതിൽ മിക്കവാറും നമ്മൾ ഈ കഴിക്കുന്ന നട്ട്സിലെല്ലാം ഒമേഗ 6, അതായത് ഒമേഗ 6 എന്ന് പറയുന്ന ഫാറ്റ്, അത് ഇൻഫ്ലമേറ്ററി ഫാറ്റാണ്, അത് പ്രഷർ കൂട്ടുന്നതാണ്. അപ്പം ചില പേഷ്യൻസ് ഉണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് എല്ലാം ഒക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നിലക്കടല എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ബദാം ഒക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഒരു പേഷ്യൻ്റ് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും, ഒരു അത്ര നമ്മൾ ഇതായിട്ട് കണ്ടിരുന്നതാണ്. അദ്ദേഹത്തിന് പ്രഷർ, കിഡ്നി ഡയബറ്റീസ് ഉണ്ട്, കിഡ്നി പ്രോബ്ലം ഉണ്ട്, ഒത്തിരി റീനൽ ഫെയിലിയറിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കുറഞ്ഞ് കൂടി എനിക്ക് തോന്നുന്നത് 50s മുകളിൽ 57 ഒക്കെ വരെ എത്തി. പ്രഷറിൻ്റെ മരുന്ന് എല്ലാം നിർത്തിയ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പെട്ടെന്ന് പ്രഷർ കൂടാൻ തുടങ്ങിയെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ എന്താ ഫുഡ് കഴിച്ചതെന്ന് ചോദിച്ചപ്പം ഭക്ഷണം ഇതിനകത്ത് കുറച്ച് നട്ട്സ് കഴിച്ചു. അപ്പോൾ അത് പിന്നെ തിരിച്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1-2 ആഴ്ച എടുക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും പോയി പുറത്തുനിന്ന് സദ്യക്ക് പോയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ കൂടി. അപ്പം അദ്ദേഹം ഒരു എക്സ്ട്രീം കേസാണ്. എല്ലാവർക്കും അത്ര സെൻസിറ്റീവ് ആവണമെന്നില്ല, പക്ഷെ ചിലർ അത്ര സെൻസിറ്റീവ് ആണ് ഫുഡ്. കാരണം ഈ പുറത്തെ സദ്യയിലൊക്കെ വരുന്ന ഓയിലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ. നമ്മുടെ ബോഡിയിലെ ഓയിലും നമ്മുടെ ഫുഡിലെ ഓയിലും അതിൻ്റെ നേച്ചറും വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രഷർ രോഗികളിൽ നിന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. ഇപ്പം ഈ കിഡ്നിയുടെയും BP-യുടെയും കാര്യം പറയുമ്പോൾ ഈ ശരിക്കും ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ള് കുറയുന്നതുകൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അതുപോലെ തന്നെ കിഡ്നിയിലാണെങ്കിലും ഇതേ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൻ്റെ അളവ് വിസ്തീർണം കുറയുന്നതാണ് പ്രശ്നമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാനായിട്ടോ ബ്ലോക്കുകൾ ഉണ്ടെന്ന് അറിയാനായിട്ടോ അല്ലെങ്കിൽ ഫ്ലോ കുറവാണോ എന്നറിയാനായിട്ടും ഈ സ്കാനുകൾ വേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതേസമയം ഇതേ സ്കാനുകൾ തന്നെ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു മറ്റേ നമ്മുടെ കിഡ്നിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ഓപ്ഷൻസ്? ഈ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന CT സ്കാൻ, ഇപ്പം ഹാർട്ടിൻ്റെ ആണെങ്കിൽ നമ്മൾ CT ആൻജിയോഗ്രാം ചെയ്യുമല്ലോ. ഈവൻ ആൻജിയോഗ്രാം ചെയ്യുമ്പോഴും CT ആൻജിയോഗ്രാം ചെയ്യുമ്പോഴും ഒക്കെ ഡൈ ഇഞ്ചെക്ട് ചെയ്യണം. അത് നമുക്ക് കിഡ്നിക്ക് ദോഷം ചെയ്യും. അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവർക്ക് CT ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തതിൻ്റെ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് പറ്റിയാൽ അത് വീണ്ടും കിഡ്നി ദ്രവീകരിക്കും. പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് രക്തക്കുഴലുകളുടെ ഉള്ളിൽ എന്തോരം കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ടുണ്ടെന്ന് നോക്കാൻ ഒരു അൾട്രാസൗണ്ട് ആക്ച്വലി നമ്മൾ വലിയ ഹാം ചെയ്യരുത്. നമുക്കറിയാമല്ലോ, പ്രഗ്നന്റ് ലേഡീസിന്, അതായത് ഇൻട്രായൂട്രൈൻ ഗ്രോത്തിൻ്റെ കുഞ്ഞുങ്ങളിൽ പോലും ഭ്രൂണത്തിന് പോലും ദോഷം വരുത്താത്തതാണ് അൾട്രാസൗണ്ട് സ്കാന്. അപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് നമ്മൾ രക്തക്കുഴലിൻ്റെ ഏജിങ് നോക്കുന്നൊരു ഇതുണ്ട്, CIMT എന്ന് പറയും. അതായത് കരോട്ടിഡ് ഇൻറ്റിമ മീഡിയ തിക്നെസ് ആണ് നോക്കുന്നത്. അതായത് ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു മേജർ വെസലാണ് നമ്മുടെ കഴുത്തിലുള്ള ബ്രെയിനിലേക്ക് ബ്ലഡ് കൊടുക്കുന്നത്, കരോട്ടിഡ് ആർട്ടറി എന്ന് പറയുന്നത്. ഈ കരോട്ടിഡ് ആർട്ടറിയിൽ എത്ര കൊഴുപ്പടിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കരോട്ടിഡ് ആർട്ടറിയുടെ അകത്ത് ഈ ഒരു ലൈനിങ് ഉണ്ട്. ഈ ആത്തറോസ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ് ഈ രക്തക്കുഴലിനെ ഉള്ളിൽ നിന്ന് പൊതിയുന്ന ആ ലൈനിങ്ങിനകത്ത് കൊഴുപ്പടിയുന്നതിനെയാണ് നമ്മൾ ആത്തറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത്. അത് എത്ര വന്നിട്ടുണ്ടെന്ന് നമുക്ക് ആ ഇത് വെച്ചിട്ട് അറിയാൻ പറ്റും. അതാണ്. അപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഓൾമോസ്റ്റ് അടഞ്ഞിരിക്കുന്നത് പോലെ, ഓൾമോസ്റ്റ് 80% ബ്ലോക്ക് പോലെ ആത്തറോസ്ക്ലീറോസിസ് വന്നിരിക്കുന്ന പേഷ്യൻറ്റിനെ കാണാറുണ്ട്. പക്ഷേ അപ്പോൾ അവർക്കൊക്കെ എന്താ റിസ്ക് കൂടുതൽ, വലുതായിട്ടില്ല, ചെറിയ അവിടുത്തെ ഇതിൽ ചെറിയ തിന്നായിട്ടുള്ള അടവായിരിക്കും ചിലർക്കൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ കരോട്ടിഡ് ആർട്ടറി മാത്രമല്ല, നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം ഹോൾ ബോഡിയിലെ ബ്ലഡ് വെസൽസിന് അതുണ്ടെന്നാണ് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ബേസിക്കലി നമ്മളുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 60,000 മൈലാണ് രക്തക്കുഴലുകളുടെ നീളം, ചെറുതും വലുതുമായിട്ടുള്ളത്. അതിൽ ഈ കിഡ്നിയിലേക്ക് പോകുന്ന, കിഡ്നിയിലെ ഏറ്റവും പ്രോബ്ലം വരുന്നത് നെഫ്രോൺസ് എന്ന് പറയും. കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നെഫ്രോൺസാണ്, സ്മോൾ യൂണിറ്റ്സ്. അതാണ് അരിപ്പ പോലെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നെഫ്രോൺസിൽ ഏറ്റവും നേരിയ രക്തക്കുഴലുകളിലാണ് അവിടെ പോകുന്നത്, ഗ്ലോമറുല എന്ന് പറയും. പിന്നെ അതുപോലെ അതിൻ്റെ ട്യൂബ്യൂൾസിൻ്റെ കൂടെയും അവിടെ നിന്നാണ് ഈ അരിപ്പപ്പണികളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഏകദേശം ഓരോ കിഡ്നിയിലും ഓരോ മില്യൺ നെഫ്രോൺസ് ആണുള്ളത്. അപ്പം നമുക്കറിയാം, ഒരു കിഡ്നി എടുത്ത് മാറ്റിയാലും നമ്മൾ റീനൽ ഫങ്ഷൻ GFR ഒന്നും കുറയുകയില്ല, അവർക്ക് 90ക്ക് മുകളിലുണ്ടാവും.
അതും കഴിഞ്ഞിട്ട് ആ റീനൽ ഫങ്ഷൻ കുറഞ്ഞ് ഒരു കിഡ്നി എടുത്ത് മാറ്റി എന്നാലും GFR അപ്പം 50% കിഡ്നിയുടെ ഓഫ് ദി നെഫ്രോൺസ് പോയാലും നമ്മൾ അറിയില്ല. ഈവൻ എത്ര ഒരു 75% ഓഫ് ദി നെഫ്രോൺസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 2 മില്യൺ ഉള്ളതിൽ ഒരു 50,000 എങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. ഈ GFR ഒക്കെ 15 പോകുമ്പോൾ എത്ര അവിടെ ഉണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇറ്റ് ഈസ് GFR 15 എന്ന് പറഞ്ഞാൽ 15% ഓഫ് ദ റീനൽ ഫങ്ഷൻ പോയെന്നല്ല, മേ ബി അവിടെ വല്ല ഹാർഡ്ലി 1 or 2% ഓഫ് ദ ഫങ്ഷനെ അവിടെ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ നെഫ്രോൺസിനകത്ത് ഈ നേരിയ രക്തക്കൊഴലുകളാണ്. അപ്പം ഈ നേരിയ രക്തക്കൊഴലുകളെയാണ് പ്രഷർ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡയബറ്റിക് പ്രഷറാണേലും ഷുഗർ കൂടുന്നതാണേലും, അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നിക്കും പ്രോബ്ലം വരാം, കണ്ണിനും പ്രശ്നം വരാം. അതുപോലെ പ്രഷറിൻ്റെ രോഗികൾക്കും കിഡ്നിക്കും ദോഷം വരാം, കണ്ണിനും ദോഷം വരാം. ഡയബറ്റിക് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി ഇത് നമ്മൾ പറയുമല്ലോ. അതുപോലെ ഈ രോഗങ്ങളുള്ളവർക്ക് തന്നെയാണ് ഹിയറിംഗ് പ്രോബ്ലംസും കൂടുതലായിരിക്കും. അതുപോലെ ഈ ചെവിയിൽ മൂളക്കം, ഹിയറിംഗ് കുറഞ്ഞു വരും, എന്തോരം പേരായിരുന്നു ഇപ്പം ഹിയറിംഗ് എയ്ഡും വെച്ച് നടക്കുന്നത്. ഇവരെല്ലാം ഐദർ പ്രഷർ ഉള്ളവരായിരിക്കും, അല്ലെ പ്രമേഹം ഉള്ളവരായിരിക്കും, അല്ലെ കൊളസ്ട്രോൾ ഉള്ളവരായിരിക്കും. കൊളസ്ട്രോളും രക്തക്കൊഴലുകളിൽ അടിഞ്ഞാണല്ലോ ഇത് വരുന്നത്. അപ്പം ഡിസ്ലൈപ്പിഡീമിയ, അതായത് ബ്ലഡിലെ കൊഴുപ്പ് കൂടുക, ഗ്ലൂക്കോസ് കൂടുക, പ്രഷർ കൂടുക, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മിക്കവാറും ഉള്ള രോഗങ്ങൾക്കെല്ലാം കാരണം. അതുപോലെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച കളയുന്നതും ചെവിയുടെ കേൾവി കളയുന്നതും ഒക്കെ ഏറ്റവും കൂടുതൽ ഇത് തന്നെയാണ്. പിന്നെ നമ്മുടെ സെൻസേഷൻ പോയി കാലൊക്കെ മുറിച്ച് കളയേണ്ട ആംപുട്ടേഷനിലേക്കൊക്കെ പോകുന്നതും ഈ പ്രഷർ ഉള്ളവർക്കും അതെല്ലാം ഈ രക്തക്കൊഴലുകൾക്ക് വരുന്ന ഡാമേജും ഉണ്ടാകും. പ്രഷറും നേരിയ എപ്പോഴും വലിയ രക്തക്കൊഴലുകൾക്ക് വരുമ്പം നമുക്ക് ഇപ്പം ഹാർട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ അറ്റാക്ക് പോലെ വരാം, അല്ല ബ്രെയിനിലേക്കുള്ള ഇതിലൊക്കെ മേജറൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് പോലെ വരാം. പക്ഷേ ഈ ചെറിയ ചെറിയ രക്തക്കൊഴലുകൾക്ക് വരുമ്പോൾ നെർവ്സ് ഡാമേജ് വരുന്നത് കൊണ്ടും നെർവും മറ്റ് എല്ലാ രീതിയിലുള്ള ഓർഗനുകളും ഡാമേജ്ഡ് ആവുകയായിരിക്കും ചെയ്യുന്നത്. എല്ലായിടത്തും അതിൻ്റെതായ ഇമ്പാക്റ്റ് വരും. അങ്ങനെയാണ് എല്ലാം ഓരോന്നായിട്ട് കുറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പൊ ഈ BP-യുടെ കാര്യം പറയുമ്പോഴും ഈ കിഡ്നിയുടെ കാര്യം പറയുമ്പോഴും സോഡിയത്തിന്റെ അളവ് രണ്ടിനെയും ബാധിക്കാറുണ്ട്. അതേസമയം ഈ BP-ക്ക് മരുന്ന് കഴിക്കുന്നവരും പിന്നെ അങ്ങനെ ചില മരുന്നുകൾ ഈ സോഡിയത്തിനെ വല്ലാതെ കുറയ്ക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ BP-ക്ക് മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന മരുന്ന് കഴിക്കുന്നവരോ എന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കിഡ്നിയുടെ കാര്യം വെച്ച്? ഈ കിഡ്നിയുടെ പ്രഷറിന് മരുന്ന് കഴിക്കുന്നതെല്ലാം മരുന്നും സോഡിയം നമ്മൾ പുറത്തേക്ക് കളയുന്നതിന് കൂട്ടാനാണ് നോക്കുന്നത്. സോഡിയം പുറത്തേക്ക് കളയുക, പൊട്ടാസ്യം റിട്ടൻഷൻ, അങ്ങനെ കുറച്ച്, അതായത് നമ്മളുടെ സോൾട്ട് ബാലൻസിനെയാണ് ഈ മരുന്നുകളെല്ലാം സോൾട്ട് ബാലൻസ് വഴിയാണ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും എല്ലാം നമ്മൾ ഈ കിഡ്നി ഈ ഓൾ ഹോർമോൺ സിസ്റ്റംസ് കിടന്ന് പണി ചെയ്യുന്നത് മുഴുവൻ സോൾട്ട് ബാലൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. അപ്പം ഈ പല പേഷ്യൻസിനും കാണാം, ഈ പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസ് അവരോട് സോൾട്ട് കുറയ്ക്കാനും പറയില്ല, ഉപ്പ് കുറയ്ക്കാൻ പറയും. അപ്പം അവർക്ക് പലർക്കും സോഡിയം കുറവായിരിക്കും. ഇപ്പം എത്ര പേരാണ് സോഡിയം കുറഞ്ഞു പോയിട്ട്, ചിലപ്പം സോഡിയം കുറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പലപ്പോഴും അതൊരു മെഡിക്കൽ എമർജൻസിയാണ്. അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം അതറിയാതെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം നമ്മൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അത് തന്നെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ പല പേഷ്യൻസിനും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ അപ്പം നമ്മൾ ഇതിലെല്ലാം നമ്മൾ മോഡേൺ മെഡിസിനിലെല്ലാം എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ എന്നാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സീറം ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുന്നത് ആകെ എന്തെങ്കിലും തീരെ സിക്കായി നീരും അങ്ങനെയൊക്കെ വന്ന് കിടക്കുന്ന അല്ല വെരി സിക്ക് പേഷ്യൻസിനാണ് നോക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാക്ടീസിൽ നമ്മൾ പ്രത്യേകിച്ച് കിഡ്നിക്കും ഒക്കെ പ്രോബ്ലം ഉള്ള എല്ലാവരുടെയും ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ നോക്കും. അപ്പം ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ പലരുടെയും സോഡിയം കുറവാണെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പലർക്ക് ക്ഷീണം വരുന്നു. ക്ഷീണം വരുമ്പം പലപ്പോഴും, അതായത് എല്ലാവരും കരുതുന്നത് ഷുഗർ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണെന്ന്. ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ക്ഷീണം വരുമ്പോൾ എപ്പോഴും അവർ പെട്ടെന്ന് കരുതുന്ന ഷുഗർ കുറഞ്ഞു പോയതുകൊണ്ടെന്ന് കരുതി ഷുഗർ എടുത്ത് കഴിക്കായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ നോക്കുക, ഷുഗർ നോർമലുമാണ്. നോർമൽ ഷുഗറായി ക്ഷീണം തോന്നുവാണെങ്കിൽ, തലകറക്കമോ ക്ഷീണമോ വിറയലോ ഒക്കെ തോന്നുവാണെങ്കിൽ അത് സോഡിയം കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കും.
ഡയബറ്റിസിൻ്റെ ഷുഗർ കൂടുന്ന ഗ്ലൂക്കോസ് ബോഡിയിൽ കൂടിയാലും, അതുപോലെ ഡയബറ്റിസിൻ്റെ മരുന്ന് കഴിക്കുന്നവർക്കും, അതുപോലെ ഈ പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും ഒക്കെ സോഡിയം കുറഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ ഉണ്ട്. അപ്പം അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. സോഡിയം കുറഞ്ഞു പോകാതെ നോക്കണം. ഇപ്പം ഈ വൃക്ക രോഗികളുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും പൊതുവെ അവർക്ക് ഒരു എക്സോഷൻ അല്ലെങ്കിൽ ക്ഷീണം ഭയങ്കരമായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഈ BP-യുടെ മരുന്ന് കഴിക്കുന്നവർക്കും ഈ പറയുന്ന പോലെ ഒരു ഫെറ്റീഗ് കൂടുതൽ ഉണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഈ BP-യുടെ മരുന്ന് കഴിക്കുമ്പോൾ ക്ഷീണം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, BP കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ മരുന്ന് കഴിക്കുന്നത്. BP എന്തുകൊണ്ടാണ് കൂട്ടും? നമ്മളുടെ ബോഡി എന്തിനാണ് ഈ BP കൂട്ടി വെക്കാനായിട്ട് നോക്കുന്നത്? ഏതോ ശരീരഭാഗത്തേക്ക് ബ്ലഡ് ആവശ്യത്തിന് എത്തുന്നില്ല. അപ്പം അത് ചിലപ്പോൾ കിഡ്നി തന്നെ ആവാം. കിഡ്നിയുടെ നെഫ്രോൺസിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടിയില്ലെങ്കിൽ കിഡ്നി റെനിൻ മെസ്സഞ്ചർ വിടും. എല്ലായിടത്തോട്ടും പറയും റെനിൻ പോയി ലിവറിൽ ചെന്നിട്ട് ആൻജിയോടെൻസിനോജൻ ഉണ്ട്, അതിനെ ആൻജിയോടെൻസിനാക്കി മാറ്റും. അത് പിന്നെ ലങ്സിൽ ചെല്ലും. അവിടെ നിന്ന് അതിനെ ആൻജിയോടെൻസിൻ 1 എന്നുള്ളതിനെ പിന്നെ 2 ആക്കും. പിന്നെ അത് ആൻജിയോടെൻസിൻ 1ഉം 2ഉം ആൽഡോസ്റ്ററോൺ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ വർക്ക് ചെയ്യും. ഇങ്ങനെ പല അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മെസ്സേജസ് പോകാൻ തുടങ്ങും. അതായത് എനിക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും, ഇപ്പോൾ കാലിലെ രക്തക്കൊഴലുകൾ ബ്ലോക്ക് ഉണ്ടായി, അപ്പോൾ കാലിന് ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നില്ലെങ്കിൽ ഇത് മതിയാകും. കാലിന് ബ്ലോക്ക് ഉള്ളവർക്ക് മിക്കവാറും കിഡ്നിയുടെ രക്തക്കൊഴലിലേക്കും ബ്ലോക്ക് വന്നിട്ടിരിക്കും. അപ്പം കൂടുതൽ പ്രഷറിൽ കഴിച്ചാലല്ലേ ഒരു നാരോ, നമുക്കറിയാലോ, ഒരു ചെറിയ ഒരു ഇതിനകത്തോ അല്ലെങ്കിൽ ഒരു ഹോസിനകത്ത് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രഷറിൽ പമ്പ് ചെയ്താലല്ലേ അങ്ങോട്ട് പോവുള്ളൂ. അതൊരു നാച്ചുറൽ മെക്കാനിസമാണ്. അപ്പം അതിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഈ മരുന്നുകൾ കഴിച്ച് നമ്മൾ ഇതിനെ റിലാക്സ് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്, ഒരു തരം മരുന്നുകൾ. പക്ഷേ എപ്പോഴും ഈ ബ്ലഡ് വെസൽസിനെ നമ്മൾ റിലാക്സ് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ എല്ലായിടത്തെയും രക്തക്കൊഴലുകളെയാണ് റിലാക്സ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം നമ്മൾ നിൽക്കുകയാണ്. അപ്പം കാലിലെ ശരീരത്തിന് താഴോട്ടാണല്ലോ എപ്പോഴും ഫ്ലോയും കൂടുതലുള്ളത്. അപ്പം നിൽക്കുമ്പം കാലിലേക്കുള്ള രക്തക്കൊഴലുകളെല്ലാം വികസിച്ച് വരും. അപ്പോൾ അവിടെ പൂളിങ് വരും. അപ്പോൾ നമുക്ക് ബ്രെയിനിലേക്ക് ബ്ലഡ് കിട്ടാതെ വരും. ബ്രെയിനിലേക്കാണ് ഏറ്റവും പ്രഷർ ചെല്ലേണ്ടത്. അപ്പോൾ പ്രഷർ കുറയുന്നതനുസരിച്ച് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ പ്രഷറിന് മരുന്ന് ലോങ് ടൈം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ബ്രെയിനിനാണ് അതിൻ്റെ ഡാമേജ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവർക്ക് രക്തം കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഡെമെൻഷ്യ, അതുപോലെ പലപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പ്രഷർ ഉള്ള പേഷ്യൻസിന് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, അതിന് ഭയങ്കര ദേഷ്യക്കായിരിക്കും, ചൂടനല്ലേ നമ്മുടെ മലയാളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചൂടന്മാരായിരിക്കും. അത് ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും അവർ മൊത്തത്തിൽ. അപ്പോൾ അതിന് കാരണം ഈ മരുന്ന് നമുക്ക് ബ്രെയിനിലേക്ക് ആവശ്യത്തിന് കിട്ടാതെ വരുന്നു. പിന്നെ എക്സ്ട്രീംലി കിട്ടാതെ വരുമ്പോഴേക്കും പിന്നെ നമ്മൾ താഴെ പോകും, ഡൗൺ ആയി പോകും. ചെറിയ കുറവിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇറിറ്റബിലിറ്റിയും എല്ലാം കാണിക്കുന്നത്. കൂടുതൽ കിട്ടാതെ വരുമ്പോൾ തലകറക്കം വരാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാത്രി പ്രത്യേകിച്ച് ഈ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പം പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പം ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സമയം കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ പെട്ടെന്ന് കുറഞ്ഞു പോയി തലകറങ്ങി വീഴാനുള്ള സാധ്യതയും അങ്ങനെയാണ്. പലപ്പോഴും ഈ പ്രായമായവർ ഇങ്ങനെ ഇതിലൊക്കെ ബാത്റൂമിൽ തലകറങ്ങി വീഴും, അങ്ങനെ വന്ന് പിന്നെ ഒടിയലും ഒക്കെ വരുമല്ലോ. അതൊക്കെ കൂടുതലും അങ്ങനെ ഈ മരുന്നിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും കൂടെ തലകറക്കം വരുന്നത്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ ഓട്ടോണോമിക് ന്യൂറോപ്പതി ഉണ്ടാകും. അതായത് ഈ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന ന്യൂറോളജിക്കൽ കൺട്രോളും ഉണ്ട്, അതിനും തകരാറ് വന്നിട്ടുണ്ടാവും. നെർവ്സിനും രക്തം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ, അവർക്കും രക്തം കിട്ടണമല്ലോ. അവരുടെ ഈ നെർവ്സിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലുകൾക്ക് ഡാമേജ് വരുമ്പോഴാണ് ഓട്ടോണോമിക് ന്യൂറോപ്പതി വരുന്നത്. ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടും ഇങ്ങനെ ഈ പോസ്റ്ററൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും, നിൽക്കുമ്പം താഴേക്ക് പൂളിങ് വരും, അപ്പം ബ്രെയിനിൽ കിട്ടാതെ വരും. അതിനാണ് പോസ്റ്ററൽ ഹൈപ്പർ ടെൻഷൻ. ആ പോസ്റ്ററൽ ഹൈപ്പർ ടെൻഷൻ വരുമ്പോഴാണ് തലകറക്കം പോലെ വരുന്നത്. ഈ ഡയബറ്റിക്കുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കിഡ്നിയെ ഡയബറ്റിസ് ബാധിച്ചിട്ട് അത് കാരണം BP കൂടുന്ന ഒരു പ്രവണത ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതേസമയം ഡയബറ്റീസുകാരുടെ ഇടയിൽ BP വളരെ കൂടുതലാണ് താനും.
അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഡയബറ്റീസുകാർ അവരുടെ കിഡ്നിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? ഡയബറ്റീസ് ആണെങ്കിലും പ്രഷർ ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും രണ്ടിൻ്റെയും കാരണം ജീവിതശൈലിയാണ്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ കുറഞ്ഞു വരും. പ്രഷറും മാറും, ഡയബറ്റീസും മാറും. അത് പാരലായിട്ട് തന്നെ നടക്കും. അതേ സമയത്ത് നമ്മൾ മരുന്ന് വെച്ച് ഇപ്പം ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ മരുന്ന് വെച്ച് ബേസിക്കലി ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഡയബറ്റിക് പേഷ്യൻസിന് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഇൻസുലിൻ്റെ അളവ് കുറവില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പം മോർ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ മോർ ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്ത് പുറത്തുനിന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. ഇൻസുലിനൊരു കുഴപ്പമുണ്ട്, സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. സോഡിയം നമ്മുടെ ബോഡിയിൽ പിടിച്ചു നിർത്താനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇൻസുലിനുണ്ട്. അപ്പം സോഡിയം നമ്മൾ കഴിക്കുന്നത് കുറയ്ക്കണമെന്നാണല്ലോ നമ്മൾ പ്രഷറുള്ളവർക്ക് സോഡിയം കുറയ്ക്കണമെന്നാണ്. പക്ഷേ ഇത് റിട്ടൻഷൻ വരും. അങ്ങനെയാണ് നമ്മൾ ആദ്യം ഡയബറ്റീസ് ആണെങ്കിലും തുടങ്ങുന്നത്. ഡയബറ്റീസിന് മരുന്ന് കഴിച്ച് തുടങ്ങുമ്പോഴേക്കും പ്രഷർ വരും. ചിലർക്ക് പ്രഷർ ആയിരിക്കും ആദ്യമേ തുടങ്ങുന്നത്, കാരണം ഓൾറെഡി ഇൻസുലിൻ കൂടുതലാണ്. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ പ്രഷർ കൂടാൻ തുടങ്ങും. പ്രീ ഡയബറ്റിസ് സ്റ്റേജ് കഴിഞ്ഞ് ഡയബറ്റീസ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ മെഡിസിനും കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ഡെഫിനറ്റ്ലി പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പോൾ ഇത് രണ്ടും പാരലായിട്ട് പോകും. രണ്ടും പ്രഷറും ഷുഗറും ഒരുപോലെ കിഡ്നിയെ ഡാമേജ് ചെയ്യും. കിഡ്നിക്ക് ഡാമേജ് ആയി കഴിയുമ്പോഴേക്കും വീണ്ടും പ്രഷർ കൂടാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും നമ്പർ ഓഫ് മെഡിസിൻസ് കൂട്ടിക്കൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ എങ്ങും എത്തുകയില്ല. മരുന്നുകൾ ഇങ്ങനെ കൂട്ടുമെന്നല്ലാതെ പ്രഷർ കൺട്രോൾ ആദ്യം കുറച്ച് നാൾ കൺട്രോൾ ആകും, ബോഡി അതിന് വീണ്ടും ഓവർകം ചെയ്യും. അങ്ങനെ മരുന്ന് കൂട്ടിക്കൊണ്ടിരിക്കും. 3ഉം 4ഉം 5ഉം മരുന്ന് വെച്ചാലും പ്രഷർ കൺട്രോൾ ആകാത്ത നിലയിലേക്ക് എത്തും. അതാണ് യൂഷ്വലി നമ്മൾ കാണുന്നത്. കുറച്ച് നാളൊക്കെ പ്രഷറിന് മരുന്ന് കഴിയുമ്പോൾ കുറഞ്ഞ് നിൽക്കും, അത് കഴിയുമ്പോൾ വീണ്ടും അത് കൂടാൻ തുടങ്ങും. ശരിക്കും ഈ പ്രഷർ ഉള്ള മറ്റേ കിഡ്നിയുടെ പ്രശ്നങ്ങളുള്ളവർ ഈ പ്രോട്ടീൻ അധികം കഴിക്കരുത്. എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കിഡ്നിയെ ബാധിക്കും എന്നൊക്കെ പറയാറുണ്ട്. ഈ പ്രഷറിൻ്റെ കാര്യത്തിലും ഈ പ്രോട്ടീനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രഷറിൻ്റെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്റ്റഡ്, എല്ലാവർക്കും നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരാൾക്ക് 50 ഗ്രാം പ്രോട്ടീനാണ് ഒരു ബോഡിക്ക് വേണ്ടത്. അത് ഒരുതരം 20 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് അതിനുള്ളത്. അതിൽ തന്നെ ഓരോ അമിനോ ആസിഡ്സിൻ്റെയും ഇത്ര അമിനോ ആസിഡ്സ് ഓരോന്നും ഓരോ ദിവസവും വേണമെന്നൊക്കെ ഉള്ളൊരു കണക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രോട്ടീൻ കുറേ എടുത്ത് കഴിച്ചിട്ട് കാര്യമില്ല. ഈ അമിനോ ആസിഡ്സിൻ്റെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, അത് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് നമുക്ക് പുറത്തുനിന്ന് കിട്ടണം. ജസ്റ്റ് ലൈക്ക് വൈറ്റമിൻസ്, അങ്ങനത്തെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഒക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിലുള്ള പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു പ്രോട്ടീനാണ് നമുക്ക് കിട്ടുന്നത്. അത് ഏകദേശം 50 ഗ്രാമാണ് ഒരു 70 kg ഒരു ആവറേജ് ഒരാൾക്ക് വേണ്ടി വരുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഒത്തിരി മസിൽ ബിൽഡിംഗ് ഒക്കെ, അതായത് നമ്മൾ ടീനേജ് ഗ്രോത്തിൻ്റെയും അല്ലെങ്കിൽ ഒരാൾ ജിമ്മിൽ പോയി മസിൽ വെപ്പിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മസിൽ വെക്കണമെന്നുണ്ടെങ്കിൽ മസിൽ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ വെച്ചാണല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ എടുക്കണം. അതിൽ തന്നെ പറയുന്നുണ്ട് പ്രോട്ടീൻ, നമ്മൾ ജിമ്മിലൊക്കെ വർക്ക് ചെയ്ത് പ്രോട്ടീൻ എടുക്കാൻ നോക്കുമ്പോൾ 100 കിലോ കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന്. അത് കൂടുതൽ വന്നാൽ അത് കിഡ്നിക്ക് ദോഷമാണ് ചെയ്യുന്നത്. കാരണം ഈ പ്രോട്ടീൻ എല്ലാം എന്താ മെറ്റബോളൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വേസ്റ്റാണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ഈ ക്രിയാറ്റിൻ അതുപോലെ യൂറിയയും ക്രിയാറ്റിനും ഒക്കെ പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ വേസ്റ്റാണ്. അപ്പം നമുക്ക് റീനൽ ഫങ്ഷൻ കുറയാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ യൂഷ്വലി 60-ന് മുകളിൽ, അതായത് സ്റ്റേജ് 3 വരെ നമ്മളൊരു സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്ന് പറയും. സ്റ്റേജ് 3-ൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം. 50 ഗ്രാം കഴിക്കാൻ പറ്റില്ല അവർക്ക്. അത്രയും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കിഡ്നിക്ക് വർക്ക് ലോഡ് കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ക്രിയാറ്റിനും പിന്നെയും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മൊത്തത്തിൽ അത് കിഡ്നിക്ക് വർക്ക് ലോഡ് കൂട്ടാത്ത രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, കിഡ്നി ഡിസീസ് ഉള്ളവർ നമ്മൾ പിന്നെ പോയി ഒത്തിരി ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കും ചെയ്യാൻ പറ്റില്ല. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പം മസിൽ ബ്രേക്ക് ഡൗണും ഡെത്തും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതും വീണ്ടും ഇങ്ങനെ റീസൈക്കിൾ ചെയ്യുമ്പം കിഡ്നിക്ക് സ്ട്രെസ് ആയിരിക്കും. അപ്പം ചില പേഷ്യൻസും ഉണ്ട്, നമ്മൾ കിഡ്നി ഫെയിലിയർ ആണ് ഓൾറെഡി ഇത് വന്നിട്ട് ഈ മറ്റേ ക്രിയാറ്റിൻ ഒരു 1.4 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. അവർ അപ്പോൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നവരും നമ്മളൊരു കാര്യം ഓർക്കണം, അവർക്ക് പിന്നെ കിഡ്നിക്കുള്ള തീരെ കുറഞ്ഞിരിക്കുന്നവർ പിന്നെ
ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റിയും അവർ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ പോലെയുള്ള ജിമ്മിലാണേലും അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമാണേലും അത്രയും ചെയ്ത് കഴിയുന്നത് അവരുടെ കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടുമായിരിക്കും. കാരണം മസിൽ ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കുമ്പം ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്നത് മാത്രമല്ല നമ്മുടെ മസിലിൻ്റെ തന്നെ ഒരു ടേൺ ഓവറും കൂടെ വരും. അപ്പോൾ അത് കൂടിയാൽ നമുക്കറിയാം, ചിലപ്പം ചില പേഷ്യൻസ് ഉണ്ട്, എല്ലാം ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ പിന്നെ നമ്മൾ ചെക്കപ്പിന് വരുമ്പം ക്രിയാറ്റിൻ ഇത്തിരി നമ്മൾ അല്ലെങ്കിൽ GFR ഇച്ചിരി കുറഞ്ഞിരിക്കുന്നു, അല്ല ക്രിയാറ്റിൻ കൂടി. അതെന്താണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്ത് വരുമ്പോഴായിരിക്കും അവരെന്തെങ്കിലും ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരിക്കുന്നത് കാണുന്നത്. അപ്പം അത് വന്നാലും മതി, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാലും ക്രിയാറ്റിൻ കൂടും, GFR കുറയും, അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായി പോയാലും പറ്റും. അപ്പോൾ എല്ലാത്തിനും നമ്മളൊരു ബാലൻസ്, ഫുഡിലാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണെങ്കിലും ബാലൻസ് ഉണ്ടാവേണ്ടതും ആവശ്യമാണ്. ഈ സാധാരണ ഈ ആസ്പിരിൻ BP-ക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതേസമയം ആസ്പിരിൻ മറ്റേ കിഡ്നിയുടെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് കേട്ടിട്ടുമുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ആസ്പിരിൻ സാധാരണ ഒരു BP-ക്ക് മരുന്നായിട്ട് കൊടുക്കാറില്ല. ആകെ BP-ക്ക് മരുന്നായിട്ട് കൊടുക്കുന്നത് നമ്മൾ പ്രഗ്നന്റ് ലേഡീസിൽ ഒരു ഈ പ്രഗ്നന്റ് ലേഡീസിൽ ഒരു ഇത് വരുമല്ലോ, പ്രീ എക്ലാംസിയ അല്ലെങ്കിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ വരും. അതിൽ നമ്മളൊരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ആസ്പിരിൻ കൊടുക്കാറുണ്ട്. അതിന് പോസിറ്റീവും പറയാറുണ്ട്, നെഗറ്റീവും പറയാറുണ്ട്. അതായത് അതുകൊണ്ട് ഗുണമില്ലെന്നും പറയും, അതുകൊണ്ട് ഗുണമുണ്ടെന്നും പറയും. എനിക്ക് തോന്നുന്നു ഫൈനൽ സ്റ്റഡിയിൽ എന്താ കൺക്ലൂഷൻ എന്ന് എനിക്കറിയില്ല. കാരണം അതൊക്കെ ഞാനൊക്കെ MD ഗൈനക്കിനൊക്കെ പഠിക്കുന്ന സമയത്താണത്, നമ്മളതൊക്കെ യൂസ് ചെയ്തിരുന്ന ഇതാണ്. പക്ഷെ അതിൽ ഗുണമുണ്ടെന്നും ദോഷമുണ്ടെന്നും ഇപ്പോൾ അത് ഫൈനലി ഞാനപ്പോൾ അത് നോക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല ഫൈനലിൽ എന്താണ് കൺക്ലൂഷൻ വന്നിരിക്കുന്നതെന്ന്. പക്ഷെ BP-ക്കായിട്ട് ജനറലി ആസ്പിരിൻ ഉപയോഗിക്കാറില്ല. അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റാണ്. ആസ്പിരിൻ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർട്ട് പേഷ്യൻസിന് വേണ്ടിയാണ്. ഇപ്പം ഹാർട്ട് പേഷ്യൻസിന് അതിന് രക്തം കട്ട പിടിക്കാതിരിക്കുന്നത്, ഇതിന് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഏജൻറ്റ് എന്നുള്ള നിലയിലാണ് ആസ്പിരിൻ കഴിക്കുന്നത്. ഡെഫിനറ്റ്ലി അതും കിഡ്നിക്ക് സ്ട്രെയിനാണ് ഉണ്ടാക്കുന്നത്. എക്സാക്ട്ലി ആസ്പിരിൻ കിഡ്നിക്ക് ഗുണം ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു മരുന്നും കിഡ്നിക്ക് ഗുണം ചെയ്യില്ല. കാരണം കിഡ്നി വേണം ആ ആസ്പിരിനെ മെറ്റബോളൈസ് ചെയ്ത് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ലോങ് ടൈം ആയിട്ട് ആസ്പിരിൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. അതുപോലെ നമ്മൾ ഏത് പെയിൻ കില്ലേഴ്സും, നമ്മളിപ്പം പാരസെറ്റമോൾ ആണെങ്കിലും മറ്റുള്ള ഏത് എന്താ നമ്മൾ പറയുമല്ലോ നോൺ സ്റ്റീറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് എന്ന് പറയുന്നത്, അതെല്ലാം നമ്മൾ ഈ പെയിൻ കില്ലർ വിഭാഗത്തിലെല്ലാം വരുന്നത്. അതെല്ലാം കിഡ്നിക്ക് ദോഷം ചെയ്യാം. ആൻറ്റിബയോട്ടിക്സ് എല്ലാം കിഡ്നിക്ക് ദോഷം ചെയ്യാം. ചിലത് ആൻറ്റിബയോട്ടിക്സ് സിവിയറായിട്ട് ദോഷം ചെയ്യാം. അത് ഓരോരുത്തർക്കും എല്ലാവർക്കും വരണമെന്നില്ല. ഇപ്പോൾ ചില ആൻറ്റിബയോട്ടിക്സ് നമുക്ക് ഹിയറിംഗ് കളക്കാൻ പോകുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്റ്റ് വന്നാൽ ഹിയറിംഗ് പോകാം. അതുപോലെ ആൻറ്റിബയോട്ടിക്സിൻ്റെ സൈഡ് എഫക്റ്റ് വന്നാൽ കണ്ണിന് കാഴ്ച കുറയാം. അതുപോലെ ആൻറ്റിബയോട്ടിക്സ് ചിലതരം മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണം കിഡ്നിക്ക് പ്രോബ്ലം വരാം. അത് അങ്ങനെ പലതിനും അങ്ങനെ മരുന്നുകൾക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന മരുന്നുകളുണ്ട്. പക്ഷേ ഇപ്പോൾ 100 പേരെടുത്താൽ എല്ലാവർക്കും കിഡ്നിക്ക് ദോഷം വരണമെന്ന് നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെയും ജെനറ്റിക്സും പിന്നെ അവരവരുടെ കറണ്ട് കിഡ്നിയുടെ സ്റ്റാറ്റസ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ജന്മനാ തന്നെ ഇപ്പം പല സ്റ്റഡീസും കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു ഹെൽത്തി കിഡ്നിയിലാണെങ്കിൽ 1 മില്യൺ നെഫ്രോൺസ് ആണ് ഈച്ച് കിഡ്നിയിൽ ഉണ്ടാകുക. അത് ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പം ഓരോന്നിലും 50,000 ഉണ്ടാവുള്ളൂ, അങ്ങനെയും വരാം. അപ്പോൾ 50,000 ഓൾറെഡി ഉള്ളൂ അവർക്ക് ജന്മനാ തന്നെ. ഇപ്പം ഈവൻ ചില മരുന്നുകൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ കഴിക്കുന്ന മരുന്നുകളും പ്രഗ്നൻ്റ് മദർ കഴിച്ച മരുന്നുകളൊക്കെ കിഡ്നിക്ക് ദോഷം ഉണ്ടാക്കാം, പക്ഷെ നമ്മൾ അറിയണമെന്നില്ല. ഇപ്പം നമ്മൾ ഒരു കിഡ്നിയിൽ 1 മില്യൺ നെഫ്രോൺസ് നോർമലി ഉണ്ടാകേണ്ടത് 1 മില്യണിൽ 40,000 ഉള്ളെങ്കിൽ പോലും നമ്മൾ അറിയില്ല. നമ്മൾ റീനൽ ഫംഗ്ഷനോ ടെസ്റ്റുകളോ ഒന്നും നോക്കി നമുക്കറിയാൻ പറ്റില്ല. അതൊക്കെ കുറഞ്ഞ് ചിലപ്പോൾ ഓരോ കിഡ്നിയിലും 25,000 ഒക്കെ എത്തിക്കഴിയുമ്പോൾ 25,000 നെഫ്രോൺസ് ഒക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. അങ്ങനെ കുറഞ്ഞിരിക്കുമ്പോൾ ഒരു കോംപ്രമൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലായിരിക്കും നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോവുക. ഇപ്പോൾ ഈ GFR ആണ് ഒരു കണക്ക്, പിന്നെ ക്രിയാറ്റിൻ ആണ് വേറൊരു കണക്ക്. ശരിക്കും ഈ GFR ക്രിയാറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ ആ ടെസ്റ്റ് GFR എന്ന് പറയുമ്പോൾ 64 ആണ് അല്ലെങ്കിൽ 56 ആണ് എന്നൊക്കെ പറയുന്നത്, അത് 2 കിഡ്നീസിൻ്റെയും കൂടെ കൂട്ടി
ഉള്ള ഒരു റിസൾട്ടാണോ അല്ലെങ്കിൽ അത് വേറെ വേറെ ആയിട്ട് പറയുന്നതാണോ? അത് 2 കിഡ്നിയുടെയും കൂടെ, അതായത് കിഡ്നി നമ്മളുടെ ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ അളവ് ആണ് അതിനകത്ത് നോക്കുന്നത്. ക്രിയാറ്റിൻ എത്ര, അതായത് നമ്മുടെ ബോഡിയിൽ എത്ര ക്രിയാറ്റിനും കിടക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് നോക്കുന്നത്. അത് നമ്മുടെ 2 കിഡ്നിയുടെയും കൂടെ ഒന്നിച്ച് നമുക്കറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക് ഒരു കിഡ്നി ഉള്ളൂ, അവിടെ നമ്മൾ കിഡ്നി ഫങ്ഷനാണ് അറിയുന്നത്. ബേസിക്കലി നമ്മളിപ്പോൾ ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോഴും നമ്മൾ കിഡ്നി എടുത്ത് കളയുന്നില്ല. നമ്മൾ ഒരു കിഡ്നിയെ നമ്മളുടെ പെൽവിസിലേക്ക്, അവിടെ ഒറിജിനലി ഉള്ള കിഡ്നിക്ക് ഈ പഴുപ്പ് ബാധിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കളയുള്ളൂ. അല്ലെങ്കിൽ അവർ ആ കിഡ്നി അവിടെ തന്നെ വെച്ചേക്കുമായിരിക്കും. എന്നിട്ട് വേറൊരു കിഡ്നി നമ്മൾ ഈ ഡോണർ കിഡ്നിയെ കൊണ്ടുപോയി പെൽവിസിൽ, നമ്മുടെ കുറച്ചുകൂടെ താഴെയായിട്ട്, സാധാരണ കിഡ്നിയുടെ പൊസിഷന് താഴെയായിട്ട്, എന്നിട്ട് നമ്മളുടെ അയോട്ട അല്ലെങ്കിൽ യൂഷ്വലി കാലയിലേക്ക് രക്തഓട്ടം കൊടുക്കുന്ന ഒരു രക്തക്കുഴലുമായിട്ട് അതിൻ്റെ രക്തക്കുഴലിനെ കൂട്ടി യോജിപ്പിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മളൊരു റീനൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ആ കിഡ്നിയെ ഡോണറിൽ നിന്ന് എടുക്കുന്നു, അത് കൊണ്ടുപോയി നമ്മളുടെ പെൽവിസിനകത്ത് വെച്ച് അതിനൊരു രക്തഓട്ടം ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഒരാളുടേതാണെങ്കിൽ ഈ 3 കിഡ്നിയും, അവർക്ക് ശരിക്കും പറഞ്ഞാൽ 3 കിഡ്നി ഉണ്ട്. മുകളിൽ 2 ഉണ്ട്. അതിന് കുറച്ചെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതും കിട്ടും, മറ്റതിൻ്റെയും കൂടെ ഫംഗ്ഷനാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ ഒരു പേഷ്യൻ്റെ കാര്യം പറയാം. അദ്ദേഹമാണെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ പേഷ്യൻ്റാണ്. അദ്ദേഹം വരുമ്പം എനിക്ക് തോന്നുന്നത് ഡയബറ്റിക് ആണ്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്. ഒരു 10-30 മരുന്നോ ടാബ്ലറ്റും ഇൻസുലിനും എല്ലാം 10-30 ഗുളികയെങ്കിലും അയാൾ ഒരു ദിവസം കഴിക്കുന്നുണ്ട്. 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്. റീനൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ കിഡ്നി ഫംഗ്ഷനും കുറയാൻ തുടങ്ങി. 40-44 അത്ര എന്താണ്ടേ ഉള്ളൂ GFR വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇദ്ദേഹം ഈ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈലിൽ ഫുഡും എക്സസൈസും മാത്രമേ ഉള്ളൂ. ഇൻസുലിൻ, ഡയബറ്റിക് മെഡിസിൻസും ഒക്കെ ഫസ്റ്റ് ഡേ തന്നെ നിർത്താൻ പറ്റി. വിതിൻ എ മന്ത് ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകളും, നമുക്ക് നിർത്താൻ പറ്റാത്ത മരുന്ന് ആകെ ഈ റീനൽ ട്രാൻസ്പ്ലാന്റ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ഇമ്മ്യൂണോസപ്രസൻസ് ഉണ്ട്. ഒരു 3 ഇമ്മ്യൂണോസപ്രസൻസും ഉണ്ട്. അതിൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ നമ്മൾ വയറിന് അസ്വസ്ഥത വരാതിരിക്കാനുള്ള ഈ അസിഡിറ്റിക്കുള്ള ഒരു മരുന്നും കൂടെ ഉണ്ട്. ഈ 4 മരുന്നുകൾ ഒഴിച്ച് ബാക്കി എല്ലാ മരുന്നുകളും നിർത്താൻ പറ്റി. എൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ സാധാരണ പേഷ്യൻസിൻ്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പോലെ നോക്കും. അപ്പം ഞാൻ കാണുമായിരുന്നു, അദ്ദേഹത്തിന് 44 എന്നുള്ളത്, അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്തേ ആയിട്ടുള്ളൂ കംപ്ലീറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതായത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ റീനൽ ഫങ്ഷൻ 44 സംതിങ്ങിന് 70 കൂടിയെന്നുള്ളതാണ്. അപ്പോഴേക്കും ഡയബറ്റീസ് മെഡിസിൻസ് തീർന്നു, എല്ലാ മരുന്നും തീർന്നു. പിന്നെ ഇതൊക്കെ ചെയ്താലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളുടെ ഇമ്മ്യൂണോസപ്രസൻസ് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ഇമ്മ്യൂണോസപ്രസൻസ് മാത്രം എടുത്താൽ മതി. അപ്പം ജസ്റ്റ് ഇമാജിൻ, അപ്പോൾ എന്തോ ഒരു ആശ്വാസമാണ് കിഡ്നിക്ക് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഉള്ള ട്രാൻസ്പ്ലാന്റഡ് കിഡ്നിയും ഇമ്പ്രൂവ് ചെയ്യും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കിഡ്നിക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ അതാണ് നമുക്ക് ഒരു ആകെത്തുക ഓഫ് കിഡ്നിയുടെ ഇതാണ് നമ്മൾ വരുന്നത്. ഒരു കിഡ്നി ആണെങ്കിലും ചിലപ്പം ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഡോണർ കിഡ്നി ഉള്ള ഒരാൾക്ക് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു കിഡ്നിയുടെ ഫംഗ്ഷനാണ് വരുന്നത്. 2 സാധാരണ കിഡ്നി, 2 കിഡ്നി ഉള്ളതാണ്. ഇതിൻ്റെ ഒരു ഡോണറും കൂടെ ഉണ്ട്, 3 കിഡ്നി. ഇതിൻ്റെ ആകെത്തുകയാണ് നമ്മൾ ഈ GFR ആയിട്ട് വരുന്നത്. ഇപ്പം ഈ കിഡ്നി ഫംഗ്ഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ GFR ഇങ്ങനെ പല സ്റ്റേജസ് ആയിട്ടുണ്ടോ? ഇത്രയുമാണെങ്കിൽ സീരിയസ് ആണ്, അല്ലെങ്കിൽ ഇത്രയുമാണെങ്കിൽ ക്രിട്ടിക്കലാണ്, ഇത്രയുമാണെങ്കിൽ കിഡ്നി ഫെയിലിയർ ആണ്, അങ്ങനെ GFR ആയിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ? കിഡ്നി ഫെയിലിയറിൻ്റെ, കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളവരുടെ GFR നോർമൽ ആവാം. അപ്പം അതേ സമയത്ത് മറ്റ് റീനൽ ഫങ്ഷൻ പ്രോബ്ലംസ്, ഇപ്പം ചില പേഷ്യൻസിന് ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് മൈക്രോ ആൽബുമിൻ, യൂറിനിൽ കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടാവും, പക്ഷേ റീനൽ ഫങ്ഷൻ 90-ന് മുകളിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ സ്റ്റേജ് 1 കിഡ്നി ഡിസീസ് എന്നാണ് പറയുന്നത്. 90-ന് താഴേക്ക് GFR 90-ന് താഴെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേജ് 90-നും 60-നും ഇടയ്ക്കാണെങ്കിൽ സ്റ്റേജ് 2 എന്ന് പറയും. 60-നും 30-നും ഇടയ്ക്കാണെങ്കിൽ സ്റ്റേജ് 3 എന്ന് പറയും. 30-നും
30 താഴെ 30-നും 20-നും ഇടയിലാണെങ്കിൽ അങ്ങനെ ഇതാണ്. പിന്നെ അത് 4 എന്ന് പറയുന്നത്. 30 താഴെ വന്നു കഴിഞ്ഞാൽ 4. പിന്നെ 15 താഴെ വന്നു കഴിഞ്ഞാലാണ് 5 എന്ന് പറയുന്നത്. അപ്പം അതായത് സിവിയറിറ്റിയാണ് കാണിക്കുന്നത്. 90-ന് മുകളിലുണ്ടെങ്കിൽ നമ്മൾ 90-ന് മുകളിലുണ്ട് ഒരു റീനൽ പാരാമീറ്റേഴ്സിനും നമ്മളെ ടെസ്റ്റുകൾക്കും കുഴപ്പമില്ലെങ്കിൽ നോർമൽ. 90-ന് മുകളിലും ഉണ്ട്, അതേസമയത്ത് മൈക്രോ ആൽബുമിൻ ഉണ്ട്, അല്ലെങ്കിൽ യൂറിന് കൂടെ RBC പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റീനൽ ഡിസീസ് സ്റ്റേജ് 1 എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് സ്റ്റേജ് 1 to 5 ഉണ്ട്. 5 തന്നെ ABC ആയിട്ടും തിരിക്കാം അതിൻ്റെ ക്രിയാറ്റിൻ്റെ ലെവൽ വെച്ച്. അപ്പം അത്രയും ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നതിൽ കാര്യമില്ല. ബേസിക്കലി നമ്മൾ സ്റ്റേജ് 1-ൽ തന്നെ വെച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-ലെങ്കിലും വെച്ച് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ വേണ്ടത്. നമ്മളെ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയായി. അടുത്ത ആഴ്ച ഇതേ സമയം വേറൊരു വിഷയവുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.